നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം, അതെ, ഓസോൺ പാളി. ശരിക്കും എന്താണ് ഈ ഓസോൺ പാളി? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 15 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിൽ വരുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോൺ വാതകത്തിന്റെ വലിയൊരു ലെയറിനെയാണ് നമ്മൾ ഓസോൺ പാളി എന്ന് വിളിക്കുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഓസോൺ വാതകം ഉണ്ടാകുന്നത്. എന്നാൽ ഓസോൺ വാതകത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ സൂര്യനിൽ നിന്നും വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ വാതകത്തിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളി അബ്സോർബ് ചെയ്യുകയും അതുമൂലം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തെ സംരക്ഷിക്കുന്നുമുണ്ട്. സോ ഇനി ഇത്തരം അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളി അബ്സോർബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത് നേരിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുകയും അതുമൂലം നമുക്ക് സ്കിൻ ക്യാൻസർ, ഐ ഡാമേജ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. കൂടാതെ മരങ്ങൾ, സമുദ്രജീവികൾ തുടങ്ങിയവയ്ക്കെല്ലാം പല പ്രശ്നങ്ങളും സംഭവിക്കും. ഇതിനുമൊക്കെ അപ്പുറം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും DNA-യിൽ വരെ ഇത് വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം. സോ നിലവിൽ ഓസോൺ പാളിക്കിടയിൽ വലിയൊരു വിടവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് കാരണം 1980 കാലഘട്ടങ്ങളിൽ AC-കളിലും റെഫ്രിജറേറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന ഒരു കെമിക്കലിന്റെ ഉപയോഗമായിരുന്നു. എന്നാൽ 1987 ഈ ഒരു കെമിക്കൽ ലോകമെമ്പാടും നിരോധിച്ചു. അതിനുശേഷം ഓസോൺ പാളി പഴയ രീതിയിലേക്ക് തന്നെ മാറുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും ഓസോൺ പാളി അതിന്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് മാറും.